ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ലെബൻസ് വ്ലോഗ്. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നുറുക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ടിൻ, അതായത് മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടിന്നിൽ ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ ഒരു അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. ശേഷം അത് ജാറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായി ജ്യൂസ് അടിച്ചെടുക്കാം. ഇനി ആദ്യം മിൽക്ക് മെയ്ഡ് ടിന്നിൽ അരപ്പാട്ട ഞാൻ ഉഴുന്നെടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പം നിങ്ങളുടെ മെഷർമെൻറ്റ് കപ്പ് ഏതാണോ അതനുസരിച്ച്, അതായത് നിങ്ങൾ ഒരു കപ്പ് എടുക്കണമെങ്കിൽ അരക്കപ്പ് ഉഴുന്ന്, അങ്ങനെ ആയിരിക്കും. നേരെ ഹാഫായിട്ട് ഉഴുന്നെടുക്കണം. ഇനി ഉഴുന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതായത് നുറുക്കിന് നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഉഴുന്ന് നന്നായി വറുത്തെടുക്കാം. ശേഷം ഇതേപോലെ ചെറിയ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡേഴ്സ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ച പച്ചരി ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ പച്ചരീൻ്റെ ഈ ഒരു ലൂസിൽ നമ്മൾ അടിച്ചെടുക്കണം. ശേഷം അതിലേക്ക് ഉഴുന്നിൻ്റെ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേ അതിൽ കുറച്ച് കറുത്ത എള്ളിടണം. കറുത്ത എള്ളിട്ട് നല്ല സ്മൂത്തായിട്ട് ഡോ ആക്കിയെടുക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു ലൂസിൽ തന്നെ നിങ്ങൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ശേഷം ഞാൻ ഈ ഒരു അച്ചിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്, ഇതേപോലത്തെ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ. അപ്പം അച്ചിട്ട് അതിന് ശേഷം ഇതേപോലെ റൗണ്ടാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ മാവ് നല്ലോണം ടൈറ്റ് ആയാലും നിങ്ങൾക്ക് ഇതേപോലെ നല്ല റൗണ്ട് കിട്ടില്ല, അത് മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ ഓരോരോ ട്രിപ്പ് ഇടും, അതായത് ഈ അച്ചിലേക്ക് ഓരോരോ ട്രിപ്പ് ഇടുമ്പോഴും ആ മാവ് ജസ്റ്റ് ഒന്ന് കുഴച്ച്, അതായത് വെള്ളം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ ആക്കിയെടുക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറേ സമയം വെക്കുമ്പം ഉഴുന്നായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ മാവ് ഹാർഡാവും. ഇതേപോലെ കിട്ടണം. അപ്പോൾ വെള്ളമൊഴിച്ച് കുഴക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കുക. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഇത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് ഇടാം. നിങ്ങൾക്ക് റൗണ്ട് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയും ചെയ്തെടുക്കാം. നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നിങ്ങൾക്കത് വാർത്തെടുക്കാം. നല്ലോണം ബ്രൗൺ കളറാവേണ്ട, നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നിങ്ങൾക്കത് മാറ്റി വെക്കാം, എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞങ്ങൾ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നാടൻ റെസിപ്പി ആയിട്ടുള്ള നമ്മൾ നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം, കുട്ടികൾക്ക് എസ്പെഷ്യലി ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ അവർ വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ എല്ലാവരും അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ നല്ല വീഡിയോസിനനുസരിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.